ഞാൻ ആയിന്നെ. ഹലോ, നമസ്കാരമുണ്ട്. ഞാനിപ്പോ എറണാകുളത്തെ നമ്മുടെ ക്ലോത്ത് ബാങ്കിലാണ് നിൽക്കുന്നത്. നമ്മുടെ ജോർജ് അച്ഛൻ എൻ്റെ കൂടിയുണ്ട്, രാജൻ തോമസ് എൻ്റെ കൂടിയുണ്ട്. കേരളത്തിൽ വർഷങ്ങളായി നമ്മൾ തുടക്കം കുറിച്ച ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത നല്ല വസ്ത്രങ്ങൾ അത് അപരന് കൊടുത്ത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതി തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ എറണാകുളം ക്ലോത്ത് ബാങ്ക് എല്ലാവർക്കും മാതൃകയാകുകയാണ്. ഞാനിപ്പോൾ ക്ലോത്ത് ബാങ്കിന്റെ മുകളിലെ തട്ടിൽ നിന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കേരളത്തിലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങളെന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒന്ന് കാണിക്കാം. ഈ കാണുന്നതെല്ലാം നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് അയച്ചു തന്ന വസ്ത്രങ്ങളാണ്. അവരുപയോഗിക്കുന്നില്ല, പക്ഷെ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നമ്മുടെ വീടുകളിലിരുന്ന് അത് ആർക്കും ഉപയോഗമില്ലാതായി തീരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഉപയോഗിക്കാൻ ആളുകളുണ്ട്. മാത്രല്ല, ഇത് നിസ്സാര വിലയ്ക്ക് നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തിട്ട് അതിന്റെ നേട്ടം കൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ വിശപ്പിന് നിലവിളിക്കുന്ന മനുഷ്യർക്ക് അത് ഭക്ഷണമാക്കി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എറണാകുളം ക്ലോത്ത് ബാങ്കിന്റെ 1-ാം നിലയിൽ നിന്ന് ഇറങ്ങുകയാണ്. എത്രയോ മനുഷ്യരാണ് ഈ ഒരു സംസ്കാരത്തെ ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ അവർ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ. ഇത് അമേരിക്കയിൽ നിന്നാണ് ഞാൻ ഇതിന്റെ ഒരു സംസ്കാരം പഠിച്ചെടുത്തത്. ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന എറണാകുളം ടൗണിന് മുൻപിലെ നമ്മുടെ ബോബി അച്ഛന്റെ അഞ്ചപ്പത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനം എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഒരു വലിയ ഒരു ആശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ വസ്ത്രങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഓരോന്നും കാണിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് അയച്ചു തന്ന വസ്ത്രങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് കാണുമ്പോൾ? നിങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കാത്ത എത്രയോ വസ്ത്രങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട്. ഇതൊന്നും അവർക്ക് ഉപയോഗം മാറ്റിവെക്കുമ്പോൾ അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായ നല്ല മനസ്സുകളോട് എനിക്കൊത്തിരി നന്ദിയുണ്ട്. സാവധാനത്തിൽ അച്ഛൻ ഇവിടെ ഈ എറണാകുളം ക്ലോത്ത് ബാങ്കിന്റെ ഇൻസൈഡാണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നിന്ന് എന്റെ മനസ്സിൽ തോന്നിയ ചിന്ത, ഇന്ന് ജോർജ് അച്ഛൻ ഇവിടെ അതിമനോഹര കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഡ്രസ്സുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് നോക്കൂ, ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് നൽകിയ വസ്ത്രങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇത് കാണുമ്പോൾ ഈ വീഡിയോയുടെ മുകളില് ഞാൻ 5 ക്ലോത്ത് ബാങ്കുകളുടെ ഫോൺ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലോത്ത് ബാങ്കിന്റെ അടുത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ആ നമ്പറിൽ വിളിക്കണം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത എത്രയോ വസ്ത്രങ്ങൾ ഇരുന്ന് കരയുകയാണ്. ഈ ക്ലോത്ത് ബാങ്ക് ഇവിടെ എറണാകുളത്തെ ജംഗ്ഷനിൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പൂണിത്തറ, കൊച്ചി. ഈ നമ്പറിൽ നിങ്ങൾക്കിത് വിളിക്കാം. നിങ്ങളുടെ ഉപയോഗിക്കാത്ത നല്ല വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് നൽകൂ. ആവശ്യക്കാർക്ക് കുറഞ്ഞ നിരക്കിന് നൽകി നമുക്ക് പാവങ്ങളുടെ വിശപ്പടക്കാം. ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനമെടുക്കണം. നിങ്ങളുടെ കൊച്ചു കുട്ടികളുടെ ഡ്രസ്സുകൾ നിങ്ങൾ കാണുക. കൊച്ചു കുട്ടികളുടെ ഡ്രസ്സുകളെല്ലാം ഇതൊക്കെ പുതിയതാണ് പലരും തരുന്നത്. കടകള് അവര് അവസാനിപ്പിക്കുമ്പോ ആ ഉടുപ്പുകളെല്ലാം ഈ ക്ലോത്ത് ബാങ്കിലേക്ക് കൊണ്ടു തരികയാണ്. നമുക്ക് 363ഓളം അഗതി മന്ദിരങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. വിശപ്പിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്ന മനുഷ്യർ. ഇതെല്ലാം ഈ കാണുന്ന പുസ്തകങ്ങള്, ചെരുപ്പുകള്, ചെറിയ ഡ്രസ്സുകൾ, ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഈ അയച്ചു തന്നവരോടുള്ള നന്ദിയും കടപ്പാട് കൂടെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ഡ്രസ്സുകളെല്ലാം, ഇതാ ഈ കളിക്കോപ്പുകള്, നമ്മുടെ വീടുകളിൽ എന്തോരം കളിക്കോപ്പുകളാണ് വെറുതെ ഇരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മറ്റുള്ളവർക്കായി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം അപരർക്ക് ഉപകരിക്കുന്നതാകണം. ഇവിടെ എറണാകുളത്ത് ക്ലോത്ത് ബാങ്ക് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള രീതിയിൽ ഇവിടെ
നൂറുകണക്കിന് മനുഷ്യരാണ് എല്ലാ ദിവസവും അവരുടെ വീടുകളിൽ നിന്ന് വസ്ത്രങ്ങൾ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഒരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആൾക്കാർക്ക് പണം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിൽ പണമില്ല, വേണ്ട, പണം വേണ്ട. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നല്ല വസ്ത്രങ്ങൾ അത് നിങ്ങൾ മറ്റുള്ളവർക്കായി കൊടുക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ വിശക്കുന്നവർക്ക് വലിയ ആശ്വാസമായി തീരുകയാണ്. അതിനാൽ ഈ ക്ലോത്ത് ബാങ്ക് ഇവിടെ നിങ്ങൾ സന്ദർശിക്കുക. ഇത് എറണാകുളത്തെ ക്ലോത്ത് ബാങ്കാണ്. ഇനി കൊരട്ടിയിലെ, തണ്ടിലത്ത്, ചേറൂര്, വടക്കുംചേരിയില് ഇവിടെയെല്ലാം ക്ലോത്ത് ബാങ്കുകളുണ്ട്. നിങ്ങൾക്ക് എത്രയോ പേരാണെന്നറിയോ വിവാഹത്തിന് തങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോലും ഈ ക്ലോത്ത് ബാങ്കിൽ വരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന മലയാളികളോട് എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ എന്തിന് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു? അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ അതെടുത്ത് കത്തിച്ച് കളയുകയോ മറ്റുള്ളവർക്ക് ഉപയോഗമില്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ ജോർജച്ചൻ ഇവിടെ ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് 24 മണിക്കൂറും ഇതിനു വേണ്ടി നിൽക്കുക. അച്ഛൻ 2 വാക്ക് പറയും. അച്ഛൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ? നന്നായിട്ട് പോകുന്നു. ഒത്തിരി മനുഷ്യർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വിലക്കുറച്ച് വാങ്ങിക്കാൻ പറ്റും. അത് അതിന്റെ വലിയൊരു ഉപകാരം ഉണ്ടായിരിക്കും ആൾക്കാർക്ക്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല തുണികൾ ഒത്തിരി, പലതും തന്നെ പുതിയ മാരിയതുള്ളതാണ്. എവിടെന്നാണ് കൊണ്ടു തരുന്നത്? ആൾക്കാർ ഇവിടുന്ന് ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടി, പിന്നെ അകലെയുള്ളവരും അയച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ആരെങ്കിലും കൊടുത്തു കിട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ അടുത്തുള്ളവർ മാത്രമല്ല, ഗൾഫിൽ നിന്ന് കുവൈറ്റ്, ഖത്തർ, മസ്കറ്റ്, ദുബായ് എന്നുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം പേരിങ്ങനെ വസ്ത്രങ്ങളും അവരുടെ വീടുകളിലെ കളിക്കോപ്പുകളും അവരുപയോഗിക്കാത്ത ചെരുപ്പുകളൊക്കെ അവരയച്ചു തരുന്നുണ്ട്. അപ്പൊ അതിനാൽ നിങ്ങൾ ഈ ഒരു സംസ്കാരം നിങ്ങളുടെ ഭാഗമാക്കി മാറ്റണം. ഒന്നുകൂടെ ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെയും ഫോൺ നമ്പറുകൾ ഇതിന്റെ മുമ്പിൽ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കാണാം. ഈ ഫോൺ നമ്പർ ഇപ്പൊ ഞാൻ വീഡിയോ കാണിച്ചാൽ കിട്ടില്ല. ഇതിന്റെ മുമ്പിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. എന്നെ കേട്ട എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈ കേരളത്തിലെ അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നവർ, അതുപോലെ തന്നെ ഒരു വസ്ത്രത്തിന് വേണ്ടി കുറച്ചുകൂടെ ചെയ്യുന്ന ഡ്രസ്സുള്ള സ്ഥലത്ത് നിന്നിട്ട് അച്ഛൻ ക്ലോസ് ചെയ്യാം. ഈ ഡ്രസ്സുകളെല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ബൈബിളിലൊരു വചനമുണ്ട്, എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നിങ്ങൾ വസ്ത്രം തന്നുവോ എന്ന്. അതിമനോഹരമായ ഈ സംസ്കാരം നാനാജാതി മതസ്ഥരുടെ ജീവിതത്തിലേക്ക് ആശ്വാസം പകരുന്ന ഈ ക്ലോത്ത് ബാങ്കിനെ നിങ്ങളുടെ നെഞ്ചിലേറ്റണം. നിങ്ങളുടെ വീടുകളിലെ വസ്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാത്തത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ ക്ലോത്ത് ബാങ്കിന്റെ അഡ്രസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ അഡ്രസ്സുകളിൽ ഇന്ന് തന്നെ വിളിക്കുക, അവരോട് പറയുക, ഇന്ന ദിവസം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എന്റെ വീട്ടിലെ വസ്ത്രങ്ങൾ എത്തിച്ചു തരുന്നതാണ്. കൂടാതെ ഇത് മറ്റുള്ളവർക്കും പങ്കുവെക്കാൻ ലോകത്തിലെ നാനാഭാഗത്തുള്ള എന്റെ മലയാളികളോട്, നിങ്ങളൊക്കെ എത്ര നല്ല വസ്ത്രങ്ങൾ എടുത്ത് പള്ളിയിലേക്കും അമ്പലങ്ങളിലേക്കും മോസ്കുകളിലേക്ക് പോകുമ്പോ ഒരു നല്ല വസ്ത്രമില്ലാതെ വിഷമിക്കുന്നവർക്ക് നിങ്ങളൊരു വസ്ത്രം കൊടുത്താൽ അതല്ലേ ദൈവത്തിന് നിങ്ങൾ കൊടുക്കാവുന്ന കാണിക്കുക. അതിനാൽ ഈ ക്ലോത്ത് ബാങ്ക് എന്ന സംസ്കാരം നമ്മുടെ പഴയ വസ്ത്രങ്ങൾ, അത് നല്ല വസ്ത്രങ്ങൾ അലക്കി തേച്ച് അയൺ ചെയ്തൊരു ഗിഫ്റ്റ് പോലെ അയച്ചു കൊടുത്ത് അതുകൊണ്ട് നമ്മുടെ അഗതി മന്ദിരങ്ങളിലെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി കേട്ടോ. ആ പേപ്പത്തെല്ലാം വിളിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.